ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഒരു കാലഘട്ടത്തിൽ ഇതിഹാസ പുരുഷന്മാരായിരുന്നു. അബുൽ കമാൽ കാടേരി മുതൽ മുദാക്കര ഓത്രമാൻ ഉസ്താദ്, അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുറഹിമാൻ മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പുതിയ തലമുറ പഠിക്കേണ്ട ഒട്ടനവധി പണ്ഡിതന്മാർ. അതുപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദ്, കെ വി മുഹമ്മദ് മുസ്ലിയാർ, ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ, ടി കെ അബ്ദുൽ മുസ്ലിയാർ, കെ കെ ഹസ്രത്ത്, അതുപോലെ തന്നെ എം എം ബഷീർ മുസ്ലിയാർ, സി എച്ച് ഐത്രോസ് മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹിമാൻ മുസ്ലിയാർ, മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ, അണ്ടോൺ അബ്ദുൽ മുസ്ലിയാർ, കെ സി ജമാലത്തെ മുസ്ലിയാർ, അങ്ങനെ പോകുന്ന അമാനത്ത് കോയണ്ടി മുസ്ലിയാർ മുതൽ ഇമ്പിച്ച് മുസ്ലിയാർ, കൊയ്യോട് ഉസ്താദ് മുതൽ പി സി കുഞ്ഞാലക്കുട്ടി മുസ്ലിയാർ മുതൽ അടുത്ത കാലത്ത് വിട്ടുപോയ മഹാനായ സയ്യിദ് അഹമ്മദ് കോയമത്തങ്ങൾ മുതൽ ഒരുപാട് മഹത്തുക്കൾ. അതിൽപ്പെട്ട പ്രമുഖരായിരുന്നു നമ്മൾ എപ്പോഴും അനുസ്മരിക്കാനുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്തുസ്താദ് ശംസുൽ ഉലമ, അതുപോലെ ബാബയ്ക്ക് തങ്ങൾ പൂക്കോയ തങ്ങൾ മുതൽ കെ പി ഉസ്മാൻ സാഹിബ് മുതൽ അബൂബക്കർ നിസാമിയും എൻ അഹമ്മദ് ആജിയും സി കെ കൈമരശ്ശേരിയും തുടങ്ങി ഒരുപാട് ഉമറാക്കളും ഇവരൊക്കെ ഈ സംഘടനയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹത്തുക്കളാണ്. ആ മഹത്തുക്കളിൽ പ്രമുഖനായ മഹാനായ ശംസുൽ ഉലമ സത്യത്തിൽ ഈ വിഭാഗത്തിന്റെ മുഴുവൻ ഗുരുവര്യനാണ്. ഈ വിഭാഗം ആളുകളുടെ മുഴുവൻ ഗുരുനാഥനാണ്. ഇവരുടെ മുഴുവൻ ഗുരുവര്യനായ മഹാനായ ശംസുൽ ഉലമയെ അപ്രസക്തനാക്കിക്കൊണ്ടാണ് അവരപ്പുറത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പുതിയൊരു സംഘടന ഉണ്ടാക്കിയത്. കണ്ണിയത്തുസ്താദിന്റെ അടുത്ത് എന്തെങ്കിലും പഴിച്ചോ? ശംസുൽ ഉലമാന്റെ കയ്യിൽ എന്തെങ്കിലും പഴിച്ചോ? ചരിത്രം പറയട്ടെ. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ അഭിഷേകമായി പറയാൻ ആഗ്രഹിക്കാം, മനസ്സിലാക്കുന്നതിന് വേണ്ടി. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ പ്രസംഗം നമ്മൾ മുസ്ലിയാരൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണൂരിൽ വന്ന് പറഞ്ഞു. ആ പ്രസംഗം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞെന്താ? കണ്ണിയത്തിന് അത്തും പിത്തുമായിരിക്കുന്നു, കണ്ണിയത്തുസ്താദിന് അത്തും പിത്തുമാണെന്ന് പരസ്യമായി പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ഒരിക്കൽ നന്ദി ദാറുസ്സലാം അറബി കോളേജ് വഴി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞൊരു സംഭവം. നന്ദിയുടെ സമീപത്തെത്തുമ്പോൾ ബഹുമാനപ്പെട്ടവർ കണ്ണിയത്തുസ്താദ് പറഞ്ഞു, ആ കാലഘട്ടത്തിൽ എനിക്കിവിടെ കോളേജിൽ കയറണം. കയറി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ വിളിക്കണമെന്ന് പറഞ്ഞു. വിളിച്ചു. ഷെയ്ഖുന ശംസുൽ ഉലമ തൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഷെയ്ഖുന ശംസുൽ ഉലമ ഗുരുനാഥൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. കണ്ണിയത്തുസ്താദ് പറഞ്ഞു, എനിക്ക് വുദു ഉണ്ടാക്കാൻ സൗകര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി ചൂടുവെള്ളം കൊണ്ടുവന്ന് പാത്രത്തിൽ അദ്ദേഹത്തിന് ഒഴിച്ചു കൊടുക്കണം. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ എന്തിനാ വുദു ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചത് അറിയില്ല. ദൈമുൽ വുദുവായി നിൽക്കുന്ന ആളാണ്. എന്നാലും അദ്ദേഹത്തിന് അപ്പോൾ വുദു ചെയ്യുന്ന ആളുകൾ വെള്ളം കൊണ്ടുവന്ന് വുദു ചെയ്യാൻ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രാരംഭമായി തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ശംസുൽ ഉലമയോട് പറഞ്ഞു, ഞാൻ വുദു ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ശംസുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമാണ്. ശ്രദ്ധിച്ചു, വുദു ചെയ്തു, വുദുവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ശംസുൽ ഉലമയോട് ചോദിച്ചു, ഞാൻ വുദു ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ? തൻ്റെ ശിഷ്യരോടാണ് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു, അവിടുന്ന് വുദു ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചു. കണ്ണിയത്തുസ്താദ് ചോദിച്ചു, എൻ്റെ വുദുവിൽ വല്ല കുഴപ്പമുണ്ടോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ശംസുൽ ഉലമ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കാമിലായ വുദുവാണ്, സുന്നത്തൊക്കെ എടുത്തിട്ട് പൂർണ്ണമായ വുദുവാണ്. ഇതാണ് കേട്ടതോടുകൂടി കണ്ണിയത്തുസ്താദ് രണ്ട് കയ്യും പൊക്കിയിട്ട് അൽഹംദുലില്ലാ 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 എന്ന് പറഞ്ഞു. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. അനുഗ്രഹം അദ്ദേഹം ആസ്വദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ശംസുൽ ഉലമ അടക്കം കൂടി നിന്നിരുന്ന ആളുകൾക്ക് അത്ഭുതം. ഇതെന്താ പെട്ടെന്ന് കയറി വരിക, ഒതുണ്ടാക്കാൻ വെള്ളം ചോദിക്കുക, ഞാൻ ഒതുണ്ടാക്കുന്നത് നോക്കണമെന്ന് പറയാം. അത് നോക്കി ശരിയാണ് വുദു എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ചെല്ലുക വല്ലാത്തൊരു അനുഭവമാണല്ലോ. ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. കണ്ണിയത്തുസ്താദിനോട് സ്വന്തം ശിഷ്യനായ ശംസുൽ ഉലമ തന്നെ ചോദിച്ചു, ഇതെന്താ അങ്ങനെ? അവിടുന്ന് ഈ ചെയ്തതൊന്നും ഇപ്പോൾ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന്. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ ശംസുൽ ഉലമയോട് പറഞ്ഞു, കണ്ണിയത്തുസ്താദ് ശംസുൽ ഉലമയോട് പറയുന്നു, എനിക്ക് അത്തും വിത്തുമാണ്, ബുദ്ധി ശരിയല്ല എന്ന് ചില കുട്ടികളൊക്കെ പ്രസംഗിക്കുന്നുണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞു. ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിൽ പിന്നെ വുദു ശരിയാവില്ലല്ലോ. വുദു ശരിയായപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പം പടച്ചോൻ വരുത്തിയിട്ടില്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതാണ് തനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് തന്നിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന മാന്യമായ ശൈലി. ആ മാന്യമായ ശൈലിയും വറക്കും പ്രകടമാക്കിയ മഹാനായ ശംസുൽ ഉലമയൊക്കെ കോടതിയിലേക്ക് നയിച്ചവർ ഈ ഭൂലോകത്തിന് സംഘടനാപരമായി ഗുരുത്തം പിടിക്കുമോ? നിങ്ങളൊന്ന് ആലോചിക്ക്. അല്ലേ നമ്മൾ ചിന്തിക്കുന്ന? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ അപകടകരമായ പ്രവർത്തനമല്ലേ അവർ ചെയ്തത്? ഞാൻ ചുരുക്കുകയാണ്. ഇവരുടെ ഒന്നും പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനമായി മുതഅല്ലിമീങ്ങളോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഇൽമു എന്ന് പറഞ്ഞാൽ, അറിവ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ യഖുദൂനഹു. ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അള്ളാഹുവിന്റെ പരിശുദ്ധ ഇൽമു എന്ന് പറയുന്നത് ദീനാണ്, ഇൽമാണ് ദീൻ. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഖുദൂനഹു. എവിടുന്നാണ് നിങ്ങൾ അത് പഠിക്കുന്നത് മനസ്സിലാക്കണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുയെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, ഖുദിദ്ദീന അനില്ലദീന ഇസ്തഖാമു. ഇബ്നു ഉമറെ, ഖുദിദ്ദീന അനില്ലദീന ഇസ്തഖാമു,
നേരെ നിൽക്കുന്ന ഇസ്തിഖാമത്തുള്ള പണ്ഡിതന്റെ കയ്യിൽ നിന്ന് ഇൽമ പഠിക്കണം. വലാ തഖുദ് അനില്ലദീന മാലു, വ്യതിചലിച്ചവന്റെ കയ്യിൽ നിന്ന് ദീൻ പഠിക്കരുത്. വ്യതിചലിച്ചവന്റെ കയ്യിൽ നിന്ന് ദീൻ പഠിക്കുന്നതാണ് എന്താ? വളഞ്ഞ മുസ്ലിംകൾക്ക് കോതാൻ പോണ്ട എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇൽമ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നു അത് റൂഹുൻ തുൻഫഖുനാൽ ഇൽമു റൂഹുൻ. ഇൽമ എന്ന് പറഞ്ഞാൽ റൂഹാൻ, ഊതപ്പെടുന്ന റൂഹിലാ മസായിലും തുൻസഖു, പകർത്തി എഴുതപ്പെടുന്ന മസലല്ല. കുറെ എഴുതി പഠിക്കലോ വായിച്ച് പഠിക്കലല്ല, റൂഹാണ്. ആത്മീയമായ ഒരു ചികിത്സ പോലെ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് അള്ളാഹുവിന്റെ നൂറ് പകർന്നു. എന്നിട്ട് മഹാന്മാരായ തസൗഫിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു ഫല്യന്തബിഹിൽ മുഅല്ലിമൂൻ മുതഅല്ലിമൂൻ, മുതഅല്ലിമീങ്ങൾ ഉണർന്നു ചിന്തിക്കട്ടെ, മുതഅല്ലിമീങ്ങൾ ഉണർന്നു ചിന്തിക്കട്ടെ. അമ്മൻ യഖുദൂനഹു, എവിടുന്നാണ് അത് പഠിക്കുന്നത്? ഏതെങ്കിലും ദർസ് ഓടിപ്പോണ്ട, എവിടുന്നാണ് അത് പഠിക്കുന്നതെന്ന് ചിന്തിച്ചോ. വൽ മുഅല്ലിമൂന, ഈ മുഅല്ലിമീങ്ങൾ അഥവാ വൽ ആലിമൂന, ആലിമീങ്ങൾ, ഈ ഇൽമ പകർന്നു കൊടുക്കുന്ന ആലിമീങ്ങൾ ചിന്തിക്കട്ടെ ലിമൻ യുഅ്തൂനഹു, ആർക്കാ അത് കൊടുക്കുന്നത്? ദർസിൽ കുട്ടികളില്ലാന്ന് വിചാരിച്ചിട്ട് വരുന്നോലെ മുഴുവൻ ചേർക്കണ്ട എന്നർത്ഥം. വരുന്നോലെ മുഴുവൻ ചേർക്കേണ്ട, ആലോചിച്ച് ചേർത്താൽ മതി. ദർസിൽ ആൾ ചിലപ്പോൾ കുറയും, അതൊക്കെ ഉണ്ടാവും. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അലൈക ബി തുരീഖിൽ ഹഖ് വലാ തസ്തൗഹിഷ് ലിഖില്ലത്തി സാലികീൻ, ഹക്കിന്റെ മാർഗം മുറുകെ പിടിക്കുക. അതിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർ എത്ര കുറഞ്ഞാലും ശരി അത് മുറുകെ പിടിക്കണം എന്നാ. ആ രീതിയിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാര്യം ചിന്തിക്കണം. ഇവിടെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ള മഹത്തുക്കൾ കെട്ടിപ്പടുത്ത ഒരു മാർഗരേഖയുണ്ട്. ആ മാർഗരേഖയെ എന്തിന്റെ പേരിൽ ആരെതിർക്കുന്നുവെങ്കിലും ശരി സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവസാനമായി സമയക്കുറവുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കുകയാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു വിഷയവും കൂടി ഇതിനനുബന്ധമായി അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിൽ കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് വളരെ വിനയസ്വരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് 978 മുതൽ ആരംഭിക്കുന്ന അല്ലെങ്കിൽ 979 മുതൽ ആരംഭിക്കുന്ന ഈ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. 89-ലാണ് ഈ മാറ്റമുണ്ടായത് എങ്കിലും 89 മുതൽ 2006-ലേക്ക് ശരിക്കൊരു യുവത്വത്തിന്റെ പ്രായമുണ്ട്. ഈ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും നല്ല യുവാക്കളായ ആളുകൾ 1989 എന്ന് പറയുന്ന ആ വർഷത്തിൽ ഒരു 10-15 വയസ്സായവരാണെങ്കിൽ മാത്രമേ അവർക്ക് കാര്യം ഉൾക്കൊള്ളാൻ കഴിയൂ. അന്നൊരു 20 വയസ്സുള്ള ആളുകൾ ഇന്ന് യുവാക്കളായി പ്രവർത്തന രംഗത്തെത്തിയിരിക്കും. 989 കാലഘട്ടത്തിൽ ഈ സമത്വയുടെ ഭിന്നത എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ ചേരിതിരിവുണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ പ്രായം എത്രയായിരുന്നു? ഇന്നത്തെ യുവാക്കളുടെ പ്രായം എത്രയായിരിക്കും? അവർക്ക് കാര്യം മനസ്സിലാക്കാൻ യോഗ്യമായ പ്രായമാണെങ്കിൽ മാത്രമേ ആ കാര്യം ഓർമ്മയുണ്ടാവൂ. ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് യുവസംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിളർപ്പിന്റെ നാൾ വഴി അറിയില്ല. ഈ നാൾ വഴി അറിയാത്തവരാണ് പലപ്പോഴും ഇത് രണ്ടും രണ്ട് സംഘടന എന്ന രീതിയിൽ, രണ്ടും ഒന്ന് തന്നെ, രണ്ടും പണ്ഡിതന്മാർ തന്നെ, ഒന്ന് ഗുരുനാഥന്മാരും ഒന്ന് ശിഷ്യന്മാരുമാണെന്ന തിരിച്ചറിവ് അവർ മറന്നുപോയി. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശിഷ്യനും ഗുരുവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാതെ സംസാരിക്കരുത്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളം കണ്ട പണ്ഡിതന്മാരിൽ 20-ാം നൂറ്റാണ്ടിന്റെ ഇബ്നു ഹജർ എന്ന് ചരിത്രം എഴുതിയ മഹാനാണ് ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർകദ. ആ മഹാന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അദ്ദേഹത്തിനെ വെല്ലാൻ ഒരു പണ്ഡിതനും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ വെല്ലുന്ന ഒരു ദിശനാശാലിയും കേരളത്തിലെ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത്ര വലിയ ദിശനാശാലിയായിരുന്നു. ആ ദിശനാശാലിയായ മഹാപണ്ഡിതൻ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സമത്വയെ വിശ്വപ്രശസ്തമാക്കി. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയെ പോലും നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കിച്ചു ആ മഹാനായ ശംസുൽ ഉലമ. അതുപോലെ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം കണ്ണിയത്ത് ഉസ്താദിന്റെ ഗൗരവം ഒരു കറാഹത്ത് പോലും ചെയ്യൂല എന്ന് മാത്രമല്ല, കണ്ണിയത്ത് ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ചെറിയ സംഭവം പോലും കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞുകൊണ്ട് വെറുതെ വിടൂല. അദ്ദേഹം തുറന്നു പറയും. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്മരണികയിൽ വായിച്ച, പലരും പറയുന്നത് കേട്ട സ്മരണികയിൽ വായിച്ചിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഖുത്ബ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ഖുത്ബ കേട്ടുകൊണ്ട് മുമ്പിലുണ്ട്. ഖുത്ബ ഓതുമ്പോൾ ഖതീബ് ഓതി ഫൈനഹ ബിസദ്ദാരി, ബിസത്ത് ശേഷം ജർറ് ചെയ്ത് ഓതി. പണ്ഡിതന്മാരെ സഹസായതുകൊണ്ട് വേഗം മനസ്സിലാവും. ജർറ് ചെയ്ത് ഓതിയപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ശ്രദ്ധിച്ചു. ഖുത്ബ കഴിഞ്ഞു. ആരാണ് ഖതീബ് എന്ന് ചോദിച്ചു. അയാൾ പാവം വന്നു. നിങ്ങൾ എന്താ ഓതിയെന്ന് ചോദിച്ചു. അയാൾ ഖുത്ബ അല്ലാതെ പറഞ്ഞു ഓതിയിട്ടില്ലല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ബേജാറൊന്നുമില്ല. കാരണം അദ്ദേഹം എന്താ സംഭവം മനസ്സിലായില്ല. കണ്ണിയത്ത് ഉസ്താദ് തിരിച്ചു ചോദിച്ചു ഫൈനഹ ബിസദ്ദാരി എന്ന് പറയാൻ കാരണം എന്താണ്? ബിസക്ക് ശേഷം എന്തുകൊണ്ട് ജർറ് ചെയ്ത് ഓതിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഗ്രാമർ മിസ്റ്റേക്ക്. രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു അത് ഉസ്താദ് അവിടെ മുന്നിലുള്ളപ്പോൾ ഷെയ്ഖുനായി കണ്ടപ്പോൾ ബേജാറായപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന്. ഉടനെ ചോദിച്ചു ബേജാറ് ജെറിന്റെ ആമിലാന്ന് എവിടുന്നാ ഈ പഠിച്ചത്? ഒരു ബേജാറാകുമ്പോൾ